ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാനെടുത്ത വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ മോൻ്റെ റിപ്പോർട്ട് ഡേ ആയിരുന്നു. അപ്പോൾ അവൻ്റെ സ്കൂളിലോട്ട് പോയായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇന്ന് അവൻ്റെ ലാസ്റ്റ് സ്കൂൾ ഡേ ആണ്. സ്കൂൾ ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ്റെ സ്കൂളിൽ നിന്ന് TC ഒക്കെ വാങ്ങാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പം അവൻ പഠിച്ച സ്കൂളെന്ന് പറഞ്ഞാൽ സിലിഗുരിയിൽ കെ കാർമൽ സ്കൂളിലാണ് പഠിച്ചത്. അപ്പം CMI സ്കൂളിലാണ് അവൻ പഠിച്ചത്. ICSE സിലബസ് ആയിരുന്നു. അപ്പോൾ ആ 3-ാം ക്ലാസ് വരെ 2 മുതൽ 3 വരെയാണ് അവൻ പഠിച്ചത്. അപ്പം ഇവിടെ വന്നിട്ട് തന്നെ അവൻ 2 സ്കൂളിൽ പഠിച്ചു. അപ്പം നമ്മളൊക്കെ 1-ാം ക്ലാസ് മുതൽ ചിലപ്പോൾ +2 വരെ അല്ലെങ്കിൽ 5-ാം ക്ലാസ് വരെയൊക്കെ ഒരേ സ്കൂളിൽ പഠിക്കുമല്ലോ. ഇവിടെ നമ്മളെ ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ പട്ടാളത്തിലൊക്കെ ജോലി ചെയ്യുന്നവർ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ 4 വർഷം കൂടുമ്പോഴത്തേക്ക് ഇവർക്ക് സ്ഥലം മാറും. അപ്പോൾ ആ ഒരു ഇതിന് നമ്മളെ പിള്ളേരെ എഡ്യൂക്കേഷനും അതുപോലെയാണ് പോകുന്നത്. അപ്പം കൂടെ നിൽക്കണമെങ്കിൽ ഒക്കെ നമ്മളിതൊക്കെ സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ അടുത്ത വർഷത്തിനുള്ള ബുക്കുമായി. അപ്പോൾ മാർച്ച് ആകുമ്പോഴത്തേക്കൊരു മാർച്ച് 5th ഒക്കെ ആയപ്പോൾ അവൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മാർച്ച് 16-നോ 17-നോ ഒക്കെ ആയിരുന്നു അവൻ്റെ റിസൾട്ട്. അപ്പോൾ അന്ന് പോയൊരു വീഡിയോ ആണ്. അപ്പോൾ 2-ാം ക്ലാസ്സിൽ മദർ തെരേസ ക്ലാസ്സിലാണ് പഠിച്ചത്. അപ്പോൾ ആ ക്ലാസ്സിലൊക്കെ അവൻ പോയിരിക്കുവാണ്. എന്നിട്ട് പറയുമോ അമ്മ എൻ്റെ ബെസ്റ്റ് സ്കൂളായിരുന്നു, എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, അങ്ങനെയൊക്കെ അവൻ പറയുമായിരുന്നു. അവൻ്റെ ദോസ്ത് അവൻ്റെ മിസ് അടിപൊളിയായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നത്. അവൻ്റെ 3-ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവൻ പറയുവാ ഞാനിവിടെയാണ് ഇരിക്കുന്നത്, എൻ്റെ ഫ്രണ്ട് ഇവിടെ ഇരിക്കുന്നത്, അങ്ങനെയൊക്കെ നല്ലൊരു ഇതായിരുന്നു. അവന് നല്ല വിഷമം ഉണ്ടായിരുന്നു ആ ക്ലാസ്സിൽ നിന്ന് വരാനും. നല്ലൊരു മിസ്സൊക്കെ ആയിരുന്നു അവൻ്റെ. എന്ത് ചെയ്യാനാണ്, പോയല്ലേ പറ്റും. അങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. അമ്മമ്മ ഞങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ പഠിക്കാൻ പറ്റാത്ത ഒരേ സ്കൂളിൽ. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു പപ്പയുടെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്തേ പറ്റൂ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നിൽക്കേണ്ടി വരും. അങ്ങനെയൊക്കെ പറയുമ്പോൾ വേണ്ട പപ്പയുടെ കൂടെ നിന്നാൽ മതി. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമമൊക്കെ ആയിരുന്നു ആളിൻ്റെ സ്കൂളിൽ നിന്ന് പോകാനായിട്ട്. എന്തായാലും ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു വൈബായിരുന്നു ആ സ്കൂള്. അപ്പോൾ നല്ല 2 മലയാളി അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ കൂടെ. നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു നമ്മളോടൊപ്പം. അപ്പം നല്ല ഒരു സ്കൂളായിരുന്നു. ടീച്ചർമാരായാലും എല്ലാം നല്ലതാണ്. അപ്പം എന്ത് ചെയ്യാൻ, അവിടുന്ന് പോയല്ലേ പറ്റൂ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇവിടുന്ന് TC ഒക്കെ ആപ്ലിക്കേഷൻ കൊടുത്ത് റിസൾട്ടൊക്കെ നല്ല റിസൾട്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഇവിടെ പ്ലേ ഗ്രൗണ്ടും ഒക്കെ ഉണ്ട്. ആദ്യം 10ാം ക്ലാസ് വരെ ഉള്ളായിരുന്നു. ഇപ്പോൾ +2 വരെയുള്ള ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. +2 വരെ ഉണ്ട് ഇവിടെ. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു മാതാവിൻ്റെ കോട്ടയുണ്ട്. അപ്പോൾ ഞങ്ങൾ എപ്പോൾ പോയാലും മാതാവിന് തിരിയെല്ലാം കത്തിച്ചിട്ടേ വരത്തുള്ളൂ. എനിക്ക് മാതാവിൽ നല്ല വിശ്വാസമാണ്. അപ്പോൾ അവിടെ പോയി എൻ്റെ മോനൊന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ അവിടെ ചെന്ന് മെഴുകുതിരിയെല്ലാം കത്തിച്ചു. കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അവിടെ കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ച് വന്നത്. അപ്പോൾ നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്താണ് ട്രെയിൻ പോകുന്ന ട്രെയിൻ പാളം. അപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു. ഞങ്ങളവിടെ മെഴുകുതിരി എല്ലാം കത്തിച്ചു. മെഴുകുതിരി കത്തിക്കുന്നവരും അണയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൈയൊക്കെ വെച്ച് കാറ്റായതുകൊണ്ട് എല്ലാം കത്തിച്ചിട്ടൊക്കെ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അപ്പം എന്ത് ചെയ്യാനാണ്, കുറച്ച് നാൾ ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ആയിട്ടങ്ങ് നമ്മൾ ആ മനസ്സങ്ങുമായിട്ട് അവിടെ ആയിട്ട് നമ്മളങ്ങ് പൊരുത്തപ്പെടും. പക്ഷേ അത് കഴിയുമ്പോഴത്തേക്ക് ആ സമയം കഴിയുമ്പോൾ നമ്മൾ പിന്നെയും നമുക്ക് പോസ്റ്റിംഗ് ആവും, നമ്മൾ പിന്നെയും പോകും. ഇപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല, ഞാനും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ആലോചിക്കുമ്പോഴത്തേക്ക് വിഷമമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മൾ ലൈഫ് ഇങ്ങനെയാണല്ലോ. അപ്പോൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റും. എല്ലാം എപ്പോഴും ഒരുപോലെ എല്ലാവർക്കും തരത്തില്ലല്ലോ. അപ്പോൾ ക്യാമ്പിനകത്ത് കയറുമ്പോഴത്തേക്ക് അവന് മടിയിലിരിക്കണം. അവൻ്റെ ഓട്ടിപ്പോൾ കണ്ട അവനാണ് ഓട്ടിക്കുന്നതെന്നാണ് തോന്നുന്നത്. അവന് ഭയങ്കര കരച്ചിലൊക്കെ ആയി. അങ്ങനെ പിന്നെ ഞാൻ കൊടുത്തു അവനെ മടിയിലിരുത്തെ. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലോട്ട് വന്നു. അപ്പം ഞങ്ങൾ ഇവിടെ ഇപ്പോൾ 4 വർഷമായി ഞങ്ങളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പം 4 വർഷം ആയപ്പോഴെന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്നായി. ഇവിടെ നിന്ന് പോകണമെന്ന് ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്. പക്ഷെ പോയല്ലേ പറ്റൂ. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ഇവിടെ. 4 വർഷം ഇപ്പോൾ പോയി എന്നൊന്ന് അറിയാൻ പറ്റാത്തൊരിതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല്. അപ്പം താങ്ക് യു. വീണ്ടും ഒരു വീഡിയോ വരുന്നത്. ബൈ.